ഗ്ലോറി ടു ഗോഡ്. ലിവിങ് ക്രൈസ്റ്റിലേക്ക് നിങ്ങളേവരെയും ഞാൻ ചേർന്ന് സ്വാഗതം ചെയ്യുന്നു. ഒരിക്കൽ കൂടി ഈ തിരുവചനവുമായി നിങ്ങളുടെ മുമ്പിലേക്ക് വരുവാൻ സ്വർഗ്ഗത്തിലെ ദൈവം തന്ന വലിയ കൃപയ്ക്കായി വലിയ ദൈവനായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. പ്രിയരെ, പ്രാരംഭമായി ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്ന ബ്രദറിനും സിസ്റ്ററിനും വേണ്ടി നമ്മൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാൻ പോകുന്നു. ഇന്ന് ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്യുന്നത് ഡോക്ടർ ബിബിനും അതേപോലെ തന്നെ ഡോക്ടർ സാൻഡിയും ചേർന്നാണ് എപ്പിസോഡ് സ്പോൺസർ ചെയ്യുന്നത്. ഇവരുടെ പ്രാർത്ഥനാ വിഷയം എന്ന് പറയുന്നത് ഇവർ കുടുംബമായി ഒരു വലിയ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഒരു വലിയ അനോയിൻറ്റിങ്ങിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. രണ്ടാമത്തെ വിഷയം, ഹല്ലേലൂയ, ഇവർ കുടുംബമായി ഈ ദിവസങ്ങളിൽ ആഗ്രഹിക്കുന്ന മുഴുവൻ കാര്യങ്ങളും സ്വർഗ്ഗത്തിലെ ദൈവം ഇവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കേണ്ടതിനായിട്ടും അതേപോലെ തന്നെ ഇവരുടെ ജോലിയിൽ ഒരു വലിയ വാതിലുകളും വലിയ വഴികൾ ഉയർച്ചകളും സ്വർഗ്ഗത്തിലെ ദൈവം കൊടുക്കേണ്ടതിനായിട്ടും തുറക്കേണ്ടതിനായിട്ടും പ്രാർത്ഥിക്കാം. എൻ്റെ കൂടെ ചേർന്ന് ഈ കുടുംബത്തിന് വേണ്ടി തുറന്ന് പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. ഇവർ രണ്ടുപേരും ഡോക്ടേഴ്സാണ്. ഇവർ വേറെ ഒന്നിനുമായിട്ടല്ല കരം നീട്ടിയിരിക്കുന്നത്, സുവിശേഷത്തിന് വേണ്ടിയാണ്. കാരണം ഇവരുടെ ജോലിയിലും ഇവരുടെ കുടുംബജീവിതത്തിലും എല്ലാം ഇവരെ ഈ ദിവസങ്ങളിൽ മുന്നോട്ട് നടത്തേണ്ടതിനായിട്ട് ഒരു വലിയ അഭിഷേകം ഇവരുടെ മേളിൽ റിലീസാകേണ്ടതിനായിട്ട് നമുക്ക് കണ്ണുകളൊന്ന് അടയ്ക്കാം. പ്രിയരെ, വലിയ നിലകളിൽ ദൈവം ഇവരെ അനുഗ്രഹിക്കേണ്ടതിനായി കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, പൂർണ്ണ ഹൃദയത്തോടെ ഞങ്ങൾ ഡോക്ടർ ബിബിനും സാൻഡിയ സിസ്റ്ററുമായി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ വലിയ മഹത്വം അങ്ങ് വെളിപ്പെടുത്തണമേ, അങ്ങയുടെ വലിയ കൃപ അങ്ങ് വെളിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇവരാഗ്രഹിക്കുന്നത് പോലെ അങ്ങ് ഒരു വലിയ അഭിഷേകത്താൽ ഇവരെ മൂടുന്നതിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കാത്തിരിക്കുന്നവരാണല്ലോ ശക്തിയെ പുതുക്കുന്നത്. എങ്കിൽ കർത്താവെ, ഞാൻ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഇവർ ഈ ദിവസങ്ങൾ ആഗ്രഹിക്കുന്ന ഇവരുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ സാധിപ്പിക്കുന്ന അങ്ങയുടെ കരം ഇവരുടെ മേളിൽ വെളിപ്പെടണം. കർത്താവെ, ഇവരുടെ ജോലിയിൽ വലിയൊരു ഉയർച്ച വെളിപ്പെടുന്നതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗ്ഗത്തിലെ ദൈവം ഇവരെ അനുഗ്രഹിക്കണം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇവർ ആയിരിക്കുന്ന ജോലി സ്ഥാപനത്തിൽ, ഇവർ ആയിരിക്കുന്ന വീട്ടിൽ എല്ലാം ഇവരെ കർത്താവ് മാനിക്കാൻ പോകുന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണം പിതാവേ. ആമേൻ, ആമേൻ. പ്രിയരെ, സൂപ്പർ നാച്ചുറൽ വേർഡ് എന്ന വിഷയത്തിൽ ഓരോ എപ്പിസോഡിലോട്ടുമുള്ള ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. കടന്നു വന്നാട്ടെ. പ്രിയരെ, മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ തിരുവചനത്തിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. ആർക്കും മാറ്റാൻ കഴിയാത്തതും വിശ്വസിക്കുന്ന ഏവർക്കും മാറ്റം കൊടുക്കുന്നതുമായ ഈ സത്യവചനവുമായി നിങ്ങളുടെ മുമ്പിലായിരിക്കുമ്പോൾ ഇന്ന് ഹല്ലേലൂയ വലിയ പ്രാഗൽഭ്യത്തോടാണ് പ്രിയരെ ആയിരിക്കുന്നത്. കാരണം 6 വർഷവും 5 മാസവുമാകുന്നു നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരാൻ തുടങ്ങിയിട്ട്. ആ കഥാവ് നടത്തിയ വിധങ്ങളൊന്ന് ഓർത്താൽ ഹല്ലേലൂയ നന്ദിയല്ലാതെ വേറെ ഒന്നും എനിക്ക് പറയാനില്ല. കാരണം 5 വർഷത്തിന് മുമ്പ് ഒരു എപ്പിസോഡുമായിട്ട് ഞാൻ പവർഷനിൽ വരുമ്പോൾ എൻ്റെ മുമ്പിൽ ഒത്തിരി പ്രതിസന്ധികളും പ്രതികൂലങ്ങളും മാത്രമായിരുന്നുള്ളത്. എൻ്റെ കൂടെ നിൽക്കുന്ന അനേകർ പറഞ്ഞത് മുമ്പോട്ട് പോകത്തില്ലെന്ന്. എന്നാൽ ഇന്ന് ഈ 6 വർഷം കഴിഞ്ഞ് പുറകോട്ട് നോക്കുമ്പോൾ ഹല്ലേലൂയ ഇത് ഏകദേശം 6 TV ചാനലിലും യൂട്യൂബിലും സ്വന്തമായൊരു ഓൺലൈൻ ചാനലിലേക്കൊക്കെ സ്വർഗ്ഗത്തിലെ ദൈവം ഇതിനെ മാറ്റി. കാരണം ദൈവം വിശ്വസ്തനാണ്. ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് പ്രാരംഭത്തിൽ തന്നെ പറയുക, ഈ എപ്പിസോഡുകൾ സ്ഥിരമായി കാണുന്ന ആൾക്കാരുണ്ട്. ആദ്യമായിട്ടാണ് നിങ്ങളിത് ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളും ഈ മിനിറ്റുകളൊന്ന് പ്രാർത്ഥനയോടായെങ്കിൽ ഇത് ഇത്രത്തോളം വളരാനും ഇത്രത്തോളം അനുഗ്രഹിക്കപ്പെടാനുള്ള രഹസ്യമെന്ന് പറയുന്നത് ചെറിയ കാര്യത്തിൽ വിശ്വസ്തനെ ദൈവം വലിയ കാര്യത്തിൽ അത് വിചാരകനാക്കും. കാരണം പഴയ നിയമത്തിലെ ഭക്തന്മാരിൽ ഒത്തിരി പേർ അങ്ങനെയായിരുന്നു. ഹല്ലേലൂയ. ഇന്ന് എന്നെ കേൾക്കുന്നവരെ, നിങ്ങൾ അല്പസമയം പ്രാർത്ഥനയോട് ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഒരു കാര്യം ഉറപ്പിക്കുകയാണ്. നിങ്ങളുടെ ഏത് വിഷയം ഒരുപക്ഷെ വർഷങ്ങളായി അടഞ്ഞു നിൽക്കുന്നതായിരിക്കാം. ഇന്ന് പ്രാർത്ഥനയോടാണെങ്കിൽ കഴിഞ്ഞ നാളുകളിൽ അനേകർക്ക് വഴി തുറന്നതുപോലെ ഇന്നും നിങ്ങളുടെ വഴി ദൈവം തുറക്കാൻ പോവുകയാണ്. കാരണം ഞാൻ അത്ഭുതങ്ങളിൽ വിശ്വസിക്കുന്നു. എൻ്റെ യേശു ഒരു കഥയല്ല. കാരണം ഒത്തിരി മതഭക്തന്മാരെയും നേതാക്കന്മാരെയും ദേവന്മാരെയും ദേവിമാരെയൊക്കെ ശ്രദ്ധിച്ചു നോക്കി അവരുടെ എല്ലാം കാലത്ത് അവർ അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ടാകാം, അവർ ഒത്തിരി കാര്യങ്ങൾ ചെയ്തു. പക്ഷേ ഇന്ന് അവർ മരിച്ചിട്ട് പിന്നെ ജീവിക്കുന്നുണ്ടോ എന്ന് ഉറപ്പില്ല. ഞാൻ ഒത്തിരി മതങ്ങൾ ശ്രദ്ധിച്ചു. ഒരു മതത്തെയും താഴ്ത്തുകയും ഒരു മതത്തെയും കുറ്റം പറയുകയല്ല, എല്ലാ മതത്തെയും സ്നേഹിച്ചുകൊണ്ട് ഞാൻ യേശുവിൽ ഹല്ലേലൂയ ഇത്ര ഉറപ്പോടെ നിൽക്കാൻ കാരണം ഹല്ലേലൂയ ബാക്കി ആരും ഇന്ന് ജീവിക്കുന്നുണ്ടെന്ന് ഉറപ്പില്ല. ബുദ്ധനെക്കുറിച്ച് പറയാം. ബുദ്ധന് ഒത്തിരി ഹല്ലേലൂയ ഏഷ്യയിൽ ഒരു വലിയ വളർച്ച തന്നെ ബുദ്ധിസ്റ്റുകൾക്കുണ്ട്. ഹല്ലേലൂയ. പക്ഷേ അവരോട് പേഴ്സണലി ആരെങ്കിലും ചോദിച്ചാൽ നിങ്ങളുടെ ദൈവം ജീവിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അവർക്ക് ഉത്തരമില്ല. കാരണം അതിന് യാതൊരു അടയാളവും ഒരു പ്രൂഫും അവർക്ക് പറയാനില്ല. കാരണം ബുദ്ധൻ്റെ കല്ലറകളും ബുദ്ധൻ്റെ രൂപങ്ങളും ഒത്തിരി രാജ്യങ്ങളിൽ വലിയ വലിപ്പത്തിലും സ്വർണത്തിലും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ഇന്ന് ഞാൻ സേവിക്കുന്ന ഞാൻ വിളിക്കുന്ന എൻ്റെ യേശുവിൻ്റെ പ്രത്യേകത ഹല്ലേലൂയ ഇസ്രായേലിൽ ഒരേ ഒരു കല്ലറ മാത്രം
തുറന്നു കിടക്കുന്നു. ഹല്ലേലൂയ. മരിച്ചവരുടെ ഇടയിൽ നിന്ന് ലോകപ്രകാരം നോക്കിയാൽ ഒരേ ഒരു കല്ലറ. ഹല്ലേലൂയ. ഒന്നുകൂടെ പറഞ്ഞാൽ മരിച്ച് ഉയർത്തെണീറ്റ ഒത്തിരി ഭക്തന്മാരെ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ പിന്നെയും ഉയർത്തെണീറ്റെങ്കിലും വീണ്ടും അവർക്കൊരു കല്ലറ ആവശ്യമായിരുന്നു, വീണ്ടും അവർക്കൊരു മരണം ആവശ്യമായിരുന്നു. എന്നാൽ ഇന്ന് ഞാൻ ഉയർത്തുന്ന, ഞാൻ വിളിക്കുന്ന യേശുവിൻ്റെ പ്രത്യേകത എന്നേക്കുമായി അവൻ മരണത്തെ ജയിച്ചു ഉയർത്തെണീറ്റ് ജീവിക്കുകയാണ്. ഹീസ് അലൈവ് റൈറ്റ് നൗ. ഹല്ലേലൂയ. മരണമില്ലാത്തവൻ, ആദ്യനും അന്ത്യനുമായവൻ. ഇന്ന് ഇത്ര പ്രാഗൽഭ്യം വരാൻ കാരണം എൻ്റെ കൂടെ എന്നെ കണ്ട് ഏത് മീഡിയ മാർഗത്തിലാണോ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്, ആ പ്രാർത്ഥനയിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഹല്ലേലൂയ, വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായവൻ നിങ്ങളുടെ മുമ്പിലേക്ക് നിങ്ങളുടെ വിളിപ്പുറത്ത് ഇറങ്ങി വരികയാണ്. ഇന്ന് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ആരോട് ഞാൻ ദൂത് പറയുകയാണ്. ഹല്ലേലൂയ. ആ ദൂത് ഇങ്ങനെയാണ്: ഹൃദയം നുറുങ്ങിയവർക്ക് മനസ്സ് തകർന്നവരെയും ഇന്ന് ദൈവം സമീപസ്ഥനാണ്, യഹോവ സമീപസ്ഥനാണ്. ഹല്ലേലൂയ. ഇന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ചതഞ്ഞ് ഓടെ ഒടിക്കാത്തവൻ, പുകയുന്ന തിരിയെ കെടുത്താത്തവൻ നിങ്ങളുടെ ജീവിതത്തിൽ ഒരത്ഭുതത്തെ ചെയ്യാൻ പോവുകയാണ്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കി. ഹല്ലേലൂയ. ചതഞ്ഞ ഓട എന്ന് പറഞ്ഞാൽ പിന്നെ അത് യൂസ്ലെസ് ആണ്. ഹല്ലേലൂയ. പുകയുന്ന തിരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് വെളിച്ചമില്ല. പക്ഷേ ലോകപ്രകാരമുള്ള ഈ അനുഭവത്തിൽ നിൽക്കുന്ന എല്ലാവരെയും ലോകക്കാർ തള്ളിക്കളയും. പക്ഷേ ഹല്ലേലൂയ, അമ്മ മറന്നാലും മറക്കത്തില്ലെന്ന് പറഞ്ഞ ഹല്ലേലൂയ, ആ വലിയവനായി യേശു ഇന്ന് നിങ്ങളെ അന്വേഷിച്ച് നിങ്ങൾ ഈ സമയത്തിൻ്റെ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടുക്കിലേക്ക് വെളിപ്പെട്ട് വരാൻ പോവുകയാണ്. ഹല്ലേലൂയ. ആദ്യമായി ശ്രദ്ധിക്കുന്നവരോട് ഞാൻ ഒരു കാര്യം ഉറപ്പുവരുത്തിയാണ്: വിശ്വസിക്കുന്നവർക്ക് വേണ്ടിയാണ് യേശു വെളിപ്പെടുന്നത്. അപ്പോൾ നിങ്ങൾ ഏത് മതത്തിലോ ഏത് വർണ്ണത്തിലോ വർഗത്തിലോ ശ്രദ്ധിക്കുന്നു എന്നുള്ളതല്ല വിഷയം. ഹല്ലേലൂയ. ഇന്ന് നിങ്ങൾ യേശുവിലൊന്ന് വിശ്വസിക്കാമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വ്യത്യാസം സ്വർഗത്തിലെ ദൈവം തരാൻ പോവുകയാണ്. കാരണം യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാമത്തെ വാക്യം പറയുന്നു: തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കവണ്ണം പിതാവായ ദൈവം എന്നെയും നിങ്ങളെ സ്നേഹിച്ചു. ഒന്ന് വിശ്വസിക്കാമോ? ഏകജാതനായ പുത്രനെ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകത്തില്ലെന്നുള്ള ഉറപ്പാണ്. രണ്ടാമത്തത്, പിതാവിൻ്റെ വലിയ സ്നേഹമാണ് അവർക്ക് വെളിപ്പെടുന്നത്. മൂന്നാമത്തത്, നിത്യജീവൻ എൻ്റെയും നിങ്ങളുടെയും അവകാശമായി തീരുകയാണ്. എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിലെ ഏറ്റവും വലിയ പേടി സ്വപ്നം മനുഷ്യരോട് ചോദിച്ചാൽ അവർ മരണത്തെയാണ് ഭയപ്പെടുന്നത്. മരണത്തിൽ നിന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന നിങ്ങൾക്കും എനിക്കും സ്വന്തം പുത്രനായ യേശുവിലൂടെ ഒരു വീണ്ടെടുപ്പ് സ്വർഗത്തിലെ ദൈവം സാധിപ്പിക്കുകയാണ്. എങ്കിൽ ഇന്ന് എന്നെ കേൾക്കുന്നവരെ വിശ്വസിക്കുന്നവരുടെ ദൈവമാണ് യേശു. നിങ്ങൾ എവിടെ നിന്നാണോ ഇപ്പോൾ വിശ്വസിക്കുന്നത്, നിങ്ങൾ ഏത് വിഷയത്തിലാണോ വിശ്വസിക്കുന്നത്? വിശ്വാസം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. എബ്രായലേഖനം 11:1 പറയുന്നു: വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യത്തിൻ്റെ നിശ്ചയവുമാണ്. ഹല്ലേലൂയ. എങ്കിൽ ഇന്ന് നിങ്ങൾ എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? നിങ്ങളുടെ സ്ഥിതികൾക്ക് യേശു മാറ്റം തരും. കാരണം ഹല്ലേലൂയ, വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഒരു അത്ഭുത ദൈവസാന്നിധ്യം വെളിപ്പെട്ട് വരാൻ പോവുകയാണ്. പ്രിയരെ, ഇന്നത്തെ ചിന്തയിലേക്ക് നമ്മൾ കടന്നു വരികയാണ്. വീണ്ടും ദൈവം എന്നോട് ഒത്തിരി കാര്യങ്ങൾ ഈ വചനത്തെക്കുറിച്ച് വീണ്ടും കർത്താവ് ഇടപെടുകയാണ്. അതുകൊണ്ടാണ് വീണ്ടും നമ്മൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്. ഈ ഭൂമിയിൽ ഒരു മനുഷ്യൻ മുമ്പോട്ട് പോകാനായിട്ടും നിത്യത വരെയും ജയത്തോടെ ജീവിക്കേണ്ടതിനായിട്ട് അവനെ ദൈവം കൊടുത്തിരിക്കുന്നത് ഹല്ലേലൂയ ഒരു പാസ്റ്ററിനെയല്ല, ഹല്ലേലൂയ ഒരു പ്രത്യേക സംഘടനയല്ല കൊടുത്തിരിക്കുന്നത്. അവൻ്റെ കയ്യിൽ ദൈവം ഹല്ലേലൂയ മുമ്പോട്ട് കൊടുത്തിരിക്കുന്നത് 119-ാം സങ്കീർത്തനം അതിൻ്റെ 105-ാമത്തെ വാക്യം പറയുന്നു: നിൻ്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാണ്. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ ഈ വചനം നമ്മുടെ പാതകളെ ഹല്ലേലൂയ നിരപ്പാക്കുകയും പാതയ്ക്ക് പ്രകാശമാക്കി നമ്മളെ നിത്യത വരെയും എത്തിക്കുന്ന ഒന്നാണ്. ഒന്നുകൂടെ പറഞ്ഞാൽ, പരിശുദ്ധാത്മാവിൽ എഴുതപ്പെട്ട ഈ സത്യവചനം പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ ജീവിക്കുന്നവർക്ക് ഇത് നിത്യജീവൻ വരെയും മുമ്പോട്ട് പോകാൻ കഴിയുന്നതാണ്. ഹല്ലേലൂയ. ഒന്നുകൂടെ പറഞ്ഞാൽ, നിങ്ങൾക്ക് ഈ വചനത്തിൽ വിശ്വസിക്കുന്നവർക്ക് അസാധ്യമായിട്ട് ഒന്നും ഇല്ല. ഹല്ലേലൂയ. ഒന്നുകൂടെ പറഞ്ഞാൽ, വചനത്തിൽ വിശ്വസിക്കുന്നവർക്കും പ്രാർത്ഥനയിൽ നിൽക്കുന്നവർക്കും മുഴുവൻ കാര്യങ്ങളും സാധ്യമായി മാറും. കാരണം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളൊക്കെ ചിന്തിച്ചിട്ടുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം: നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പിൻ, അത് ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരുമെന്ന് പറഞ്ഞാൽ ഇച്ഛിക്കുക എന്ന് പറഞ്ഞാൽ ആഗ്രഹിക്കുന്നത് മുഴുവൻ ചെയ്തു തരുന്ന ഒരു വലിയവനായ ദൈവം. ഹല്ലേലൂയ. അപ്പം എവിടെയാണ് വിടുതലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹല്ലേലൂയ കർത്താവിൻ്റെ വചനം നമ്മളിൽ വസിച്ചാൽ. ഹല്ലേലൂയ. കർത്താവ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറ്റവും വലിയൊരു ചിന്ത തന്നത് ഹല്ലേലൂയ നമ്മളിൽ പലവരും ഹല്ലേലൂയ ഭാരപ്പെടുന്ന ഒരു വിഷയമെന്ന് പറയുന്നത്
നമ്മുടെ ജീവിതത്തിലൊരു പ്രോബ്ലം വന്നാൽ പ്രത്യേകിച്ച് ഇന്ന് എന്നെ കാണുന്ന കൂടുതൽ ആൾക്കാരും യേശുവിനെ അറിഞ്ഞവരും യേശുവിൽ വിശ്വസിക്കുന്നവരുമാണ്. എൻ്റെയോ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രോബ്ലം വന്നാൽ, ഞാൻ വളരെ നാളുകൾ ചിന്തിക്കാത്ത ചിന്തകളാണ് ഈ ദിവസങ്ങളിൽ ദൈവം തരുന്നത്. ഞാൻ ചെയ്ത കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ ഞാൻ ആദ്യം ചെയ്യുന്നത് പ്രാർത്ഥിക്കാമെന്ന് തീരുമാനമെടുക്കും. അല്ലെങ്കിൽ വിഷയത്തിനകത്ത് തടസ്സങ്ങളും വേദനകളും പ്രശ്നങ്ങളും വർദ്ധിക്കുന്നുവെന്ന് തോന്നിയാൽ ഞാൻ കുറച്ച് ദിവസം ഉപവസിച്ച് പ്രാർത്ഥിക്കാമെന്ന് ചിന്തിക്കും. ഹല്ലേലൂയ. ഇതെല്ലാം ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ് പ്രിയരെ. പക്ഷേ ഞാൻ നിങ്ങളോട് വ്യക്തമായി ഒരു കാര്യം ഉറപ്പിക്കുന്നത്, ഹല്ലേലൂയ, നിങ്ങളെ സ്വതന്ത്രമാക്കുന്നത്, നിങ്ങളെ വിടുവിക്കുന്നത്, ഹല്ലേലൂയ, ഈ സാക്ഷാൽ വചനമാണ്. ഹല്ലേലൂയ. നിങ്ങൾ ഉപവസിക്കേണ്ടെന്നോ പ്രാർത്ഥിക്കേണ്ടതെന്നല്ല റോയ് പാസ്റ്റർ പറഞ്ഞത്. റോയ് പാസ്റ്റർ നിങ്ങളോട് ഇപ്പോൾ ഒരു സാധാരണ നിലയിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. കാരണം എൻ്റെ അനുഭവം, ഞാൻ വേറെ ആരെയും ഇതിനകത്ത് കുറ്റം പറയുകയോ ആരും ഒന്നുമല്ല പറയുന്നത്. എൻ്റെ ജീവിതത്തിലെ അനുഭവങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പങ്കുവയ്ക്കുന്നത്. ഏത് വിഷയത്തിലാണോ നമ്മൾ പ്രാർത്ഥിച്ചത്, ഏത് വിഷയത്തിലാണോ നാം ഉപവസിച്ചത്, ആ വിഷയത്തിൽ നിന്ന് നമ്മുടെ വീട്ടിൽ നിന്നോ നമ്മുടെ പ്രാർത്ഥനാ മുറിയിൽ നിന്നോ ഇറങ്ങി പുറത്തു വരുമ്പോൾ നമുക്കൊരു ഉറപ്പുണ്ട് ദൈവം ചെയ്യുമെന്ന്. പക്ഷേ എൻ്റെ അനുഭവം ഞാൻ പറയാം. പെട്ടെന്ന് ആ ഫോൺ കോൾ വരികയോ ആ മെയിൽ വരികയോ അല്ലെങ്കിൽ ആ വ്യക്തി വീട്ടിൽ വരികയോ ചെയ്യുമ്പോൾ, ഒരു വ്യക്തി പൈസ അയക്കാണ് അല്ലെങ്കിൽ ഒരു വിഷയത്തിനാണ് വരുന്നതെങ്കിൽ ആ വ്യക്തി ആദ്യം വരുമ്പോൾ ഞാൻ ഉപവസിച്ച ആളാണ്, ഞാൻ പ്രാർത്ഥിച്ച ആളാണ്. പക്ഷേ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത് ആദ്യമേ ഒരു നെഗറ്റീവ് ചിന്തയാണ് വരുന്നത്. എന്താ നെഗറ്റീവ് ചിന്ത എന്ന് പറഞ്ഞാൽ, പിശാച് എന്ന് പറയുന്നവൻ പരീക്ഷകനാണ്, അല്ലെങ്കിൽ അവൻ ഫോഷ്കിൻ്റെ അപ്പനാണ്. അവൻ നമ്മോട് കള്ളം പറയും. ആ വ്യക്തി വരുന്നത്, അല്ലെങ്കിൽ ആ വിഷയം വരുന്നത്, ആ ഫോൺ കോൾ വരുന്നത്, ആ മെയിൽ വരുന്നത് നിൻ്റെ എല്ലാം അവസാനിച്ചെന്ന്. ഹല്ലേലൂയ. ആ ഫോൺ കോൾ വരുന്നതിന് മുമ്പായിട്ട് എൻ്റെ ഉള്ളിൽ ആദ്യം ഒരു ഹല്ലേലൂയ, ഇത്ര പ്രാർത്ഥിച്ച, ഇത്ര ഉപവസിച്ച എൻ്റെ ഉള്ളിൽ ആദ്യമായിട്ട് ഒരു നെഗറ്റീവ് ചിന്തയാണ് വരുന്നത്. അയ്യോ, അത് നടക്കുമോ ഇല്ലയോ, അത് അവസാനിക്കുമോ? എന്നാൽ ഹല്ലേലൂയ, ദൈവാത്മാവിൻ്റെ പ്രാർത്ഥനാ മുറിയിൽ സംസാരിച്ചത്, നിങ്ങൾ ഏത് വിഷയത്തിലാണോ തളർന്നിരിക്കുന്നത്, ഏത് വിഷയത്തിലാണോ നിങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ പറ്റാത്തത്, ഹല്ലേലൂയ, നിങ്ങൾക്കറിയാമോ, മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൽ പറയുന്നു, വചനത്തിൽ അടിസ്ഥാനമിട്ടവൻ പാറമേൽ അടിസ്ഥാനമിട്ടതുപോലെയാണ്. ഹല്ലേലൂയ. വൻമഴ പെയ്തു, കാറ്റടിച്ചു, ഒന്നും സംഭവിക്കത്തില്ല. കാരണം വചനമാണ് നിന്നെ നിലനിർത്തുന്നത്. വചനം, ഹല്ലേലൂയ. നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ചിന്തിച്ചിട്ടുണ്ട്. സാക്ഷാൽ വചനം എന്ന് പറയുന്നത് യേശു ക്രിസ്തുവാണ്. യേശു ക്രിസ്തുവിൽ ആരെങ്കിലും അടിസ്ഥാനമിട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ തന്നെയാണ് വഴിയും സത്യവും ജീവനുമെന്ന് പറഞ്ഞ അതേ കർത്താവ് നമുക്ക് വേണ്ടി വഴികളെ തുറക്കുവാൻ തുടങ്ങും. ഹല്ലേലൂയ. ഞാൻ ഇവിടെ നിന്നിട്ട് എൻ്റെ ചിന്തയിലേക്ക് വരികയാണ്. നിങ്ങളും ഞാനും ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതിന് മുമ്പ് ഏത് വിഷയത്തിലാണോ പ്രതികൂലം അല്ലെങ്കിൽ പ്രതിസന്ധി അനുഭവിക്കുന്നത്, നിങ്ങൾ ഞാൻ എക്സാമ്പിൾ പറയുകയാണ്. നിങ്ങൾ ഇപ്പോൾ ഒരു രോഗിയാണെന്ന് വിചാരിച്ചാട്ടെ, നിങ്ങൾ ഒരു വചനത്തെ ക്ലെയിം ചെയ്യാൻ തയ്യാറാകണം. ഹല്ലേലൂയ. 1 പത്രോസ് 2-ാം അധ്യായം അതിൻ്റെ 24-ാമത്തെ വാക്യം പറയുന്നു, അവൻ്റെ അടിപ്പിണരാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. പുറപ്പാട് പുസ്തകം 15:26 നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാട്ടെ, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു. ഹല്ലേലൂയ. നിങ്ങൾ ഈ വചനം, ഏത് രോഗമാണെങ്കിൽ ആ വചനത്തിനകത്ത്, ഹല്ലേലൂയ, നിങ്ങൾക്ക് നിങ്ങളുടെ രോഗത്തെ ജയിക്കാനുള്ള ഒരു ഉറപ്പ് നിങ്ങളുടെ ഉള്ളിൽ കൊണ്ടുവരണം. ഹല്ലേലൂയ. നിങ്ങൾ വചനം വായിക്കുമ്പോഴറിയാം, 107-ാം സങ്കീർത്തനം അതിൻ്റെ 20-ാമത്തെ വാക്യം, ഞാൻ എൻ്റെ വചനം അയച്ച് അവരെ സൗഖ്യമാക്കുകയും അവരെ കുഴിയിൽ നിന്ന് കരകയറ്റുകയും ചെയ്യും. നിങ്ങളൊരു കുഴി പോലെ കിടക്കുക, മുമ്പോട്ട് പോകാൻ പറ്റുന്നില്ല, ആ സൗഖ്യം ഇനി ലഭിക്കത്തില്ലെന്ന് ഡോക്ടർമാർ പറഞ്ഞു. അല്ലെങ്കിൽ നിങ്ങൾ വചനത്തെ ക്ലെയിം ചെയ്യാൻ കഴിയും. ആ വചനത്തെ നിങ്ങളുടെ ഹല്ലേലൂയ ഉള്ളിലാക്കാൻ കഴിയും. ഹല്ലേലൂയ. നിങ്ങളുടെ ഹല്ലേലൂയ കൂടെ കൊണ്ടുപോകാൻ കഴിയും. നിങ്ങൾക്ക് അത് ഉറപ്പോടെ മുമ്പോട്ട് പറയാൻ പറ്റും. നിങ്ങൾക്ക് മുമ്പോട്ട് പറയാൻ പറ്റും. എന്നെ കേൾക്കുന്നവരെ, ഞാൻ എൻ്റെ ജീവിതത്തിലെ അനുഭവമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഹല്ലേലൂയ. ഇപ്പം ഈ വചനം രോഗത്തിലായിക്കോട്ടെ, കടബാധ്യതയിലാണെന്ന് നിങ്ങൾ വിശ്വസിക്കുക. കടബാധ്യതയിൽ നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് വചനത്തിൽ ക്ലെയിം ചെയ്യണം. സദൃശവാക്യം 10-ാം അധ്യായം 22-ാമത്തെ വാക്യം, യഹോവയുടെ അനുഗ്രഹത്താൽ സമ്പത്തുണ്ടാകുന്നു, അധ്വാനത്താൽ അതിനോട് ഒന്നും കൂടുന്നില്ല. ഹല്ലേലൂയ. അപ്പം അധ്വാനിച്ചതുകൊണ്ട്, ഞാൻ ഈ ലോകത്തിൽ കണ്ടുവരുന്ന കാര്യമാണ്. ഹല്ലേലൂയ. നമ്മൾ ആരാധനയ്ക്ക് പോലും പോകാതെ, ഹല്ലേലൂയ, ആ സമയം കൂടെ ഓവർ ടൈം ചെയ്യുന്ന ഒത്തിരി ആൾക്കാരെ അറിയാം. ആ സമയം കൂടെ എക്സ്ട്രാ വർക്ക് ചെയ്യുന്നവരെ കാണാം. എന്നെ കേൾക്കുന്നവരെ, ഒരു ചെറിയ തലവേദന മതി നിങ്ങൾ ഈ കൂട്ടിവെച്ചതും നിങ്ങൾ രാവും പകലും ഉറങ്ങാതെ അധ്വാനിച്ചതും എല്ലാം ആ ഹോസ്പിറ്റലിൽ ചെലവഴിച്ച് തീർക്കുവാനായിട്ട്. പക്ഷേ ബൈബിൾ പറയുന്നു, യഹോവയുടെ അനുഗ്രഹത്താൽ സമ്പത്തുണ്ടാകുന്നു, അധ്വാനത്തോടുകൂടെ അതിനകത്തൊന്നും കൂടുന്നില്ല. എങ്കിൽ നിങ്ങൾ എന്നെ കേൾക്കുന്നവർ വിശ്വസിക്കണം. ഇന്നു മുതൽ യേശു പറഞ്ഞ വാമൊഴിയിൽ പറഞ്ഞ വാക്യത്തെ നിങ്ങൾ ഉറപ്പുവരുത്തണം. മുമ്പേ അവൻ്റെ രാജ്യവും
നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് ലഭിക്കും എന്ന് പറഞ്ഞാൽ സങ്കീർത്തനക്കാരൻ പറയുക, നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും, കാരണം ഞാൻ അവൻ്റെ ആലയത്തിൽ നിത്യം വസിക്കുമ്പോൾ. ഹല്ലേലൂയ. പുതിയ നിയമത്തിൽ അവൻ്റെ ആലയത്തിൽ വസിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ബിൽഡിങ്ങിൽ വസിക്കുകയല്ല. നിങ്ങളറിയണം, നിങ്ങളുടെ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാണെന്ന്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിങ്ങൾ മഹത്വത്തിൻ്റെ പ്രത്യാശ ക്രിസ്തു നിങ്ങളിലാണ് ജീവിക്കുന്നത്. നിങ്ങളെ ഈ നിത്യത വരെയും ഈ ലോകത്തിലെ 70-80 വരെയും ജയാളികളാക്കി നടത്തുവാനായിട്ട്, എല്ലാ വിഷയത്തിനകത്തും മറുപടി തന്ന് മുമ്പോട്ട് നടത്തുവാനായിട്ട്. എങ്കിൽ എൻ്റെ ചിന്തയിലേക്ക് ഞാൻ ഒന്നുകൂടെ വരിക. നിങ്ങൾ ഇപ്പോൾ ഒരു സാമ്പത്തിക വിഷയത്തിനകത്ത് തകർന്നോ, ഒരു രോഗത്തിൻ്റെ പ്രശ്നത്തിലോ ആണ്, നിങ്ങളുടെ ആ ഹസ്ബൻഡോ ഭാര്യയോ ഇന്നും കർത്താവിനെ അറിഞ്ഞിട്ടില്ല, നിങ്ങൾക്ക് ആ വചനത്തെ കൊണ്ടുവരാൻ കഴിയാം. ഹല്ലേലൂയ. കാരണം അപ്പോസ്തല പ്രവൃത്തി 16:31 പറയുന്നു, നീ വിശ്വസിച്ചാൽ നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. നിങ്ങൾ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതിന് മുമ്പേ ഒരു വചനത്തെ ഉറപ്പാക്കിയിട്ട് നിങ്ങൾക്ക് കഴിയാവുന്നത്രത്തോളം നിങ്ങൾ ആ വചനത്തെ പറഞ്ഞ് നിങ്ങളുടെ ഉള്ളിലാക്കാൻ തയ്യാറാക്കണം. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഹല്ലേലൂയ നോർമലി ഹല്ലേലൂയ നമ്മൾ ഒരു വ്യക്തിയോട് സംസാരിക്കുമ്പോൾ നമ്മളുടെ സംസാര ഭാഷയാണ് അപ്പോൾ വെളിപ്പെട്ട് വരുന്നത്. നിങ്ങളുടെ ഉള്ളിൽ ഭയമാണ്, നെഗറ്റീവാണെങ്കിൽ ആദ്യം ആ നെഗറ്റീവായിരിക്കും വെളിപ്പെടുന്നത്. കാരണം യേശു പറഞ്ഞു, ഹൃദയം നിറഞ്ഞു കവിയുന്ന വാ പ്രസ്താവിക്കുന്നത്. നിങ്ങളുടെ ഹൃദയം വചനം കൊണ്ട് നിറച്ചാൽ, നിങ്ങളുടെ ഹൃദയം വചനം കൊണ്ട് നിറച്ചാൽ നിശ്ചയമായും നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും, നിശ്ചയമായും നിങ്ങൾ ഉയർത്തപ്പെട്ടിരിക്കും. ഈ ദിവസങ്ങളിൽ എന്നെ ഏറ്റവും കൂടുതൽ ചിന്തിപ്പിച്ച ഒരു വചനം കൂടെ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. സദൃശവാക്യം 4-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യവും അതിൻ്റെ 8-ാമത്തെ വാക്യവും. എൻ്റെ വചനങ്ങളെ ഹൃദയത്തിൽ സംഗ്രഹിച്ചു കൊള്ളുക, എൻ്റെ കൽപ്പനകളെ പ്രമാണിച്ച് ജീവിക്കുക. അതിൻ്റെ 8-ാമത്തെ വാക്യം, അതിനെ ഉയർത്തുക, അത് നിന്നെ ഉയർത്തും, അതിനെ ആലിംഗനം ചെയ്താൽ അത് നിനക്ക് മാനം വരുത്തും. ഈ 2 വാക്യങ്ങൾ മാത്രം സമയമില്ലാത്തതുകൊണ്ട് വായിച്ചത്. സദൃശവാക്യം 4-ാം അധ്യായം എന്ന് പറയുന്നത് വചനത്തെക്കുറിച്ചുള്ള ഒരു വലിയ ആഴമാണ്. സദൃശവാക്യം 4-ാം അധ്യായം 4-ാമത്തെ വാക്യം നോക്കിയാൽ വചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിക്കാനും വചനത്തെ പ്രമാണിക്കാനാണ് പറഞ്ഞത്. താഴോട്ട് വചനത്തെക്കുറിച്ച് തന്നെ പറയുന്നത്. പക്ഷേ 8-ാമത്തെ വാക്യം പറയുക, ഈ വചനത്തെ ഉയർത്തിയാൽ അത് നിന്നെ ഉയർത്തും. വചനത്തെ ആലിംഗനം ചെയ്താൽ എന്ന് പറഞ്ഞാൽ വചനവുമായി ഒരു വലിയ ബന്ധത്തിലേക്ക് വന്നാൽ ഹല്ലേലൂയ, വചനം എന്നെ മാനിക്കുവാനിടയാക്കിത്തീരും. എന്നെ കേൾക്കുന്നവരെ ഞാൻ കുറിവാക്യം ഒന്നുകൂടെ പറയുകയാണ്. ഹല്ലേലൂയ. കുറിവാക്യം നിങ്ങൾ മറക്കരുത്. യോഹന്നാൻ്റെ സുവിശേഷം 15:7 വാക്യം, നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പിൻ, ഞാനത് ചെയ്തു തരും. ഹല്ലേലൂയ. അപ്പം എന്നെ കേൾക്കുന്നവർ ഒത്തിരി പേര് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനയോടെ ആയിരിക്കുന്നു. ഹല്ലേലൂയ. പലരും പല വിഷയങ്ങളിലും മറുപടി വരാത്തതുകൊണ്ട് പലരും ഇങ്ങനെ പറയും, എനിക്ക് ബാക്കിയെല്ലാം ഉണ്ടല്ലോ, ഇല്ലേലും കുഴപ്പമില്ല, ദൈവം എന്നെ അനുഗ്രഹിച്ചു. വാസ്തവത്തിൽ കഴിഞ്ഞ ദിവസം ഒരു ചെറിയ ചിന്ത, ഒരു സഹോദരി എന്നോട് പ്രാർത്ഥിക്കാനായിട്ട് അടുത്തു വന്നു. നമ്മുടെ ഒരു മീറ്റിങ്ങിന് വരികയാണ്. ആ സഹോദരിക്ക് 6 വർഷമായി കുഞ്ഞുങ്ങളില്ല. ഈ സഹോദരി മെഡിക്കൽ ട്രീറ്റ്മെൻ്റ് എല്ലാം ചെയ്തു, ഇപ്പോൾ തളർന്നൊന്നും ചെയ്യുന്നില്ല. ഈ സഹോദരി എന്നോട് വന്ന് പറയാം, പാസ്റ്റർ എനിക്ക് കുഞ്ഞുങ്ങളില്ലെന്നുള്ള ഒറ്റ വിഷയമുള്ളൂ, ബാക്കിയെല്ലാം ദൈവം ധാരാളമായി തന്നു, സമ്പത്ത് തന്നു, സ്നേഹം തന്നു, എൻ്റെ കുടുംബം വലിയൊരു വീട് തന്നു. ഹല്ലേലൂയ. അപ്പോൾ കുഞ്ഞുങ്ങളില്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ ദൈവത്തെ സേവിക്കും. വാസ്തവത്തിൽ അത് ദൈവത്തിൻ്റെ ഹൃദയമാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. എന്നാൽ ദൈവം ഈ വാക്യം ഞാൻ നിങ്ങളോട് പറയുകയാണ്, സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോട് കൂടെ സകലതും തരാതിരിക്കുമോ? ഹല്ലേലൂയ. യോഹന്നാൻ്റെ ലേഖനം 3-ാം അധ്യായം 1-ാമത്തെ വാക്യം പറയുന്നത്, കാൺമീൻ, നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് എത്ര വലിയ സ്നേഹമെന്ന് മലയാളത്തിൽ പറയുമ്പോൾ ഇംഗ്ലീഷിൽ NIV കൊടുത്തിരിക്കുന്നത് ദ ലാവിഷ് ലവ് എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര സ്നേഹമാണ് നമുക്ക് വേണ്ടി തന്നിരിക്കുന്നത്. അത്ര സ്നേഹത്തിൽ നമ്മെ വീണ്ടെടുത്തിട്ടുണ്ടെങ്കിൽ ഹല്ലേലൂയ, യു ആർ സോ വാല്യബിൾ, സോ പ്രഷ്യസ് ആണ് യേശുവിന്. നിങ്ങളുടെ എല്ലാ വിഷയത്തിനും അവൻ മറുപടി തരാൻ തയ്യാറാണ്. പക്ഷേ ഇന്ന് ഞാൻ നിങ്ങളെ ഓർപ്പിക്കുക, നിങ്ങൾക്ക് ആ വിഷയത്തെ ക്ലെയിം ചെയ്യുവാൻ, ആ വിഷയത്തിൽ ധൈര്യമായി നിൽക്കുവാൻ, നിങ്ങൾക്ക് ഭയം വരാതിരിക്കുവാൻ, അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ഡൗട്ട് വരാതിരിക്കുവാൻ എത്ര പേർ ഏത് വിഷയമാണോ നിങ്ങൾ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുന്നത്, ആ വിഷയത്തിൽ വചനത്തിനകത്തൊരു ബോൾഡ്നെസ് നിങ്ങൾക്ക് എത്ര പേർക്ക് വെളിപ്പെടും? നിശ്ചയമായി ഞാൻ അനുഗ്രഹിക്കപ്പെടും, ദേശത്തിൽ ഞാൻ ഉയർത്തപ്പെടും. ഹല്ലേലൂയ. യേശു എന്നെ അനുഗ്രഹിക്കുമെന്നുള്ള ഉറപ്പ് എത്ര പേർക്കുണ്ട്? ഫേവർ എൻ്റെ മേളിൽ വെളിപ്പെട്ടിട്ടുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദേശത്തിൽ നീ വാനല്ല തല തന്നെയായിത്തീരും. നീ അകത്തു വരുമ്പോൾ അനുഗ്രഹിക്കപ്പെടും. നിൻ്റെ കൃഷിഫലം അനുഗ്രഹിക്കപ്പെടും. നിൻ്റെ പേറും പിറപ്പും അനുഗ്രഹിക്കപ്പെടും. നിന്നെ ഹല്ലേലൂയ ദേശത്തിൽ ജാതികളുടെ മേളിൽ ദൈവം ഉന്നതനാക്കും. ഹല്ലേലൂയ.
അല്ലെങ്കിൽ എത്ര പേർ ഈ പ്രോമിസുകൾ ഓർക്കുന്നുണ്ട്? നിങ്ങൾ ആ പ്രോമിസുകൾ പറഞ്ഞ് ഈ ദിവസങ്ങൾ പ്രാർത്ഥിക്കാൻ തയ്യാറാകട്ടെ. എങ്കിൽ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യത്തിന് ശേഷം നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നു. കടന്നു വന്നാട്ടെ. अजून एकदा सुरुवातीला 1 महिना पहिला मला का नाही म्हणजे पाय स्लिप होऊन का नाही हात फ्रॅक्चर झाला होता आणि मला कित्येक दिवस का नाही प्लास्टर त्याने घातला होता. खरं प्लास्टर त्याने घालून तरी पण माझा हात दुखायचा कमी नव्हता. मग नंतरनं काढला प्लास्टर आणि परवा दिवशी मला लईच म्हणजे रात्रभर मला झोप नव्हती. आणि काल मी इथं आल्यानंतर मला प्लास्टर आणि का नाही प्रार्थना केल्यापासून का नाही हाडात जे कळ मारत होती ती सगळी थांबली आणि रात्री मला एकदम मस्त झोप लागली. त्याबद्दल मी धन्यवाद देते. ഒരു മാസം മുമ്പ് ആ സിസ്റ്റർ കാല് തെറ്റി വീണു. കൈ ഫ്രാക്ചറായി. പ്ലാസ്റ്റർ ഇട്ടേക്കുമായിരുന്നു. ഭയങ്കര വേദനയായിരുന്നു. പക്ഷേ മിനിഞ്ഞാന്ന് ഭയങ്കര വേദനയായിരുന്നു. പക്ഷേ ഇന്നലെ പാസ്റ്റർ പറഞ്ഞു അസ്ഥി സംബന്ധമായ രോഗങ്ങളുള്ളവരെയൊക്കെ ദൈവം സൗഖ്യമാക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ആ സമയം മുതൽ അവരുടെ എല്ലാ വേദനയും പോയി. പ്രിയരെ, എത്ര പേർക്ക് ഈ വചനവും സാക്ഷ്യവും ജീവിതത്തിൽ അനുഗ്രഹമായി? എൻ്റെ കൂടെ ചേർന്ന് ഈ സമയത്ത് എത്ര പേർ ഈ വചനത്തിൽ ഉറയ്ക്കുവാൻ തയ്യാറാകും? വചനമാണ് നമ്മളെ മുമ്പോട്ട് നടത്തുന്നത്. പ്രിയരെ, വചനത്തിൽ നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ ദൈവത്തിൽ ഉറപ്പുള്ളവരാണ്. അല്ലെങ്കിൽ ആകാശം മാറിയാലും ഭൂമി മാറിയാലും വചനത്തിൻ്റെ വാക്കുകൾക്കോ വള്ളിക്കോ പുള്ളിക്കോ മാറ്റം വരത്തില്ലെങ്കിൽ ഇന്ന് വചനത്തെ ഉള്ളിലാക്കുവാൻ തയ്യാറായാട്ടെ. അല്ലെങ്കിൽ ഉറപ്പ് പറഞ്ഞാട്ടെ, പ്രസ്താവിച്ചാട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയരെ, രോഗികളെ ഈ സമയത്ത് നിങ്ങൾ ഒരു വചനത്തെ നിങ്ങളുടെ കയ്യിൽ ഉറപ്പ് വരുത്തിയിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ പ്രാർത്ഥിക്കാം. കണ്ണുകൾ അടയ്ക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, പൂർണ്ണ ഹൃദയത്തോടെ എൻ്റെ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കുന്ന ഓരോ മക്കൾക്കും ഒരു വചനത്തിൻ്റെ കൺഫർമേഷൻ, വചനത്തിൽ നിന്നുള്ള വിടുതൽ ഈ മക്കളുടെ മേലേക്ക് ഇപ്പോൾ വെളിപ്പെടുന്നതിനായി പ്രാർത്ഥിക്കുന്നു. എൻ്റെ കൂടെ എത്ര പേർ ഈ സമയത്ത് രോഗികളായി ഉള്ളവർ പ്രാർത്ഥിക്കുന്നുണ്ട്? ഞാൻ നിന്നെ സൗഖ്യമാക്കുന്നു യഹോവയാകുന്നു. 103-ാം സങ്കീർത്തനം 3-ാമത്തെ വാക്യം പറയുന്നു, അവൻ നമ്മുടെ സകല രോഗത്തെയും സൗഖ്യമാക്കുന്നു. അല്ലെ, വിശ്വസിക്കാമെങ്കിൽ അല്ലിയ 1 പത്രോസ് 2-ാം അധ്യായം അതിൻ്റെ 24-ാമത്തെ വാക്യം, അവൻ്റെ അടിപ്പിണരാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. കർത്താവേ, ഇന്ന് പൂർണ്ണ സൗഖ്യത്തിലേക്ക് ഇപ്പോൾ അല്ലെ ആ അസ്ഥി സംബന്ധമായ രോഗം, എല്ലുകളുടെ തേയ്മാനം, അല്ലെ ജോയിൻ പെയിനുകൾ ഇപ്പോൾ തന്നെ സൗഖ്യമാകുന്നതിനായി സ്തോത്രം. ഇപ്പോൾ തന്നെ വിടുതലിലേക്ക് വരുന്നതിനായി സ്തോത്രം. കർത്താവേ, അതേപോലെ തന്നെ ഇപ്പോൾ എന്നെ ശ്രദ്ധിക്കുന്ന എൻ്റെ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കുന്ന ഓരോ മക്കൾക്ക് വേണ്ടി കടബാധ്യതയിലുള്ളവർ, അല്ലെങ്കിൽ ഷിബു എന്നൊരു പേര് കർത്താവ് കാണിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി ഒരു സാമ്പത്തിക വിടുതൽ കർത്താവ് അയക്കുന്നു. അജി എന്നൊരു പേര് കർത്താവ് കാണിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി ഒരു ഭവനത്തിൻ്റെ നന്മ വരുന്നു. ഹല്ലേലൂയ. വിൽസന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സാമ്പത്തികമായിട്ടും ആത്മീകമായിട്ടും ഒരു വിടുതൽ കർത്താവ് നിങ്ങൾക്ക് തരികയാണ്. ഹല്ലേലൂയ. രമണിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. നിങ്ങളുടെ വീട്ടിനകത്ത് നിൽക്കുന്ന പ്രശ്നങ്ങൾ മാറുകയാണ്. കർത്താവ് നിങ്ങളുടെ ഭവനത്തിൻ്റെ പണിയെ പൂർത്തീകരിക്കുന്നു. അതേപോലെ തന്നെ കർത്താവെ, ഇന്ന് എന്നെ കാണുന്ന ഹല്ലേലൂയ മിനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദീർഘനാളുകളായി നിങ്ങളുടെ ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവം ആ വഴി തുറക്കുകയാണ്. ഹല്ലേലൂയ. ഈ സമയത്ത് തന്നെ ഞാൻ രജനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. രജനിക്ക് വേണ്ടി കുടുംബപരമായ ഒരു അത്ഭുത വിടുതൽ സ്വർഗത്തിലെ ദൈവം പകരുകയാണ്. ഞാൻ അതേപോലെ തന്നെ എന്നെ കാണുന്ന എന്നെ കേൾക്കുന്ന ഓരോ മക്കളെയും യേശുവിൻ്റെ കരത്തിലേക്ക് ഏൽപ്പിക്കുകയാണ്. ഇപ്പോൾ തന്നെ ഇവരുടെ ആ തലമുറയുടെ വിഷയത്തിനകത്ത് ദൈവത്തിൻ്റെ കരം വെളിപ്പെടുക. നിങ്ങൾ കുരുങ്ങിക്കിടക്കുന്നിടത്തുനിന്ന് നിങ്ങൾ യേശുവിൻ്റെ വചനം നിങ്ങളെ വിടുവിക്കുകയാണ്. സത്യം നിങ്ങൾ അറിയുകയാണ്. സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കും. എന്നെ കേൾക്കുന്ന ഓരോരുത്തർക്കും വേണ്ടി ഞാൻ വീണ്ടും പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഹല്ലേലൂയ. ഇവർ ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്. ഇവർ ഹല്ലേലൂയ തലമുറയില്ലാത്തവർ പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ സാമ്പത്തികമായൊരു വഴിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്. അപ്പോൾ എല്ലാം അവസാനിച്ചെന്ന് പറഞ്ഞ് എന്നെ വേദനയോടെ കേൾക്കുന്നവരുണ്ട്. ഇന്ന് ഇവർക്കെല്ലാവർക്കും വേണ്ടി അത്ഭുതമേറിയ വഴികളങ്ങ് തുറക്കണം. അങ്ങ് തന്നെയാണല്ലോ വഴി. അപ്പോൾ അങ്ങയുടെ വചനത്തെ അയച്ച് അങ്ങ് കുഴിയിൽ നിന്ന് കരകയറ്റാൻ പോകുന്നതിനായി സ്തോത്രം. ഞാൻ ഈ സമയത്ത് തന്നെ സൂസിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വലിയ ഒരു അത്ഭുതം നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെട്ട് കഴിഞ്ഞു. അതേപോലെ തന്നെ ഷൈനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഷേർലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ശാലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അത്ഭുതങ്ങൾ സ്വർഗത്തിലെ ദൈവം ഇവർക്ക് വേണ്ടി ചെയ്യുകയാണ്. ഹല്ലേലൂയ. ആൻഡ്രൂവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആൻഡ്രൂവിന് വേണ്ടി കർത്താവ് ഇപ്പോൾ ഒരു വഴി തുറക്കുന്നു. ജോർജിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിടുതൽ കർത്താവ് അയക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ എബി ഞങ്ങളുടെ കരത്തിൽ ഏൽപ്പിക്കുന്നു. വലിയ നന്മകൾ കൊണ്ടുവരാൻ മൂടണമേപ്പ. സ്വർഗത്തിലെ ദൈവം വലുത് ചെയ്തതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.
ആമേൻ. ആമേൻ. പ്രിയരെ, വചനവും പ്രാർത്ഥനയും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി ഞാൻ വിശ്വസിക്കുകയാണ്. എത്ര പേർ വേഗത്തിൽ വിളിച്ച് ഈ കാണുന്ന നമ്പറുകളിലേക്ക് കോൺടാക്റ്റ് ചെയ്യുകയും നിങ്ങളുടെ പ്രാർത്ഥനയും സാക്ഷ്യവും അറിയിക്കുമെന്ന് ഓർപ്പിക്കുന്നു. പ്രത്യേകിച്ച് 65 തുടങ്ങുന്ന നമ്പറിൽ വാട്സാപ്പ് അവൈലബിൾ ആണ്, IMO ഉണ്ട്, നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രത്യേകമായി പ്രാർത്ഥിക്കും. ഞാൻ തന്നെ അത് അറ്റൻഡ് ചെയ്യുന്നത്. കൂടുതൽ ഈ മിനിസ്ട്രിയെക്കുറിച്ച് വിവരങ്ങൾ അറിയേണ്ടതിനായിട്ട് അല്ലെങ്കിൽ യൂട്യൂബിൻ്റെ ലിങ്കുകൾ, വെബ്സൈറ്റിൻ്റെ ഡീറ്റെയിൽ, 24 മണിക്കൂറും പ്രവർത്തിച്ചു വരുന്ന കൃപാവിഷൻ്റെ ലിങ്കുകളിലൂടെ കൊടുക്കുന്നു. നിങ്ങൾക്ക് അത് ഇപ്പോൾ തന്നെ എഴുതിയെടുക്കുകയോ നിങ്ങൾക്ക് അതിലേക്ക് ടൈപ്പ് ചെയ്യുകയോ ചെയ്യാൻ കഴിയും. പ്രത്യേകിച്ച് ഒരു കാര്യം ഓർപ്പിക്കുന്നത്, കഴിഞ്ഞ 6 വർഷവും 5 മാസമായിട്ട് ഈ എപ്പിസോഡുകളെ 6ഓളം TV ചാനലുകളിലേക്ക് കർത്താവ് കൊണ്ടുപോവുകയാണ്. ഇത് വീണ്ടും വർദ്ധിക്കാൻ പോകുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ദൈവം ധാരാളമായി നിങ്ങളെ അനുഗ്രഹിക്കും. ദൈവം ധാരാളമായി നിങ്ങളെ മാനിക്കും. ദൈവം നിശ്ചയമായി നിങ്ങളെ ഉയർത്തുവാൻ പോവുകയാണ്. ഞാൻ നിങ്ങളോട് പറയുക, നിങ്ങൾ ഇതുവരെയും ഈ ഒരു എപ്പിസോഡ് സ്പോൺസർ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ തീരുമാനമെടുക്കണം. ഒരു എപ്പിസോഡെങ്കിലും സ്പോൺസർ ചെയ്യുമെന്നുള്ളത്. കാരണം ദൈവത്തിൻ്റെ വലിപ്പമാണ് നിങ്ങൾ കാണാൻ പോകുന്നത്, ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. വിശ്വസിച്ചുകൊണ്ട് ഇതിലേക്ക് പങ്കുചേരണമെന്ന് ഓർപ്പിക്കുന്നു. കർത്താവിൻ്റെ വലിപ്പം നിങ്ങൾ കാണാൻ പോകുകയാണ്. ഹല്ലേലൂയ. എങ്കിൽ കൊല്ലത്തും തിരുവനന്തപുരത്തും നമ്മുടെ അനുഗ്രഹിക്കപ്പെട്ട ആരാധനകൾ നടക്കുകയാണ്. അതിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. നിങ്ങൾ കടന്നു വരണമെന്ന് ഓർപ്പിക്കുന്നു. അതേപോലെ തന്നെ ഒരു കാര്യം പ്രത്യേകമായി ഓർപ്പിക്കുന്നത്, ഹല്ലേലൂയ, ഈ ദിവസങ്ങളിൽ ഒത്തിരി സ്ഥലങ്ങളിൽ സ്പെഷ്യൽ മീറ്റിങ്ങുകൾ നടക്കുന്നു. കേരളത്തിൽ പുറത്തും ഇന്ത്യക്ക് പുറത്തും ഒക്കെ ആയിട്ട് നിങ്ങളുടെ ബന്ധുക്കാരും അതിലേക്ക് കടന്നു വരികയും അനുഗ്രഹം അനുഭവിക്കുകയും ചെയ്യണമെന്ന് ഓർപ്പിക്കുകയാണ്. അതേപോലെ തന്നെ ഇന്ന് ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്ന ബ്രദർ ബിബിനും സാൻഡി സിസ്റ്ററുമായിട്ട് ഞങ്ങൾ ഒരുമിച്ച് നന്ദി പറയുന്നു. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. സിംഗപ്പൂരിലും മലേഷ്യയിലും ഓസ്ട്രേലിയയിലും ഒക്കെ നമ്മുടെ സ്പെഷ്യൽ മീറ്റിങ്ങുകൾ, പ്രത്യേകിച്ച് സിംഗപ്പൂരുള്ളവർ ഈ ദിവസങ്ങളിൽ പ്രത്യേകമായി കോൺടാക്റ്റ് ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. കാരണം അവിടെ ഒരു ഉണർവ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. എങ്കിൽ അടുത്ത ദിവസം കാണും വരെയും സ്വർഗ്ഗത്തിലെ ദൈവം നിങ്ങളെ മാനിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ.